ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനം പട്നയിൽ RJDയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൻവിശ്വാസ് മഹാറാലിയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ലാലു പ്രസാദ് യാദവ്, SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്, രാഹുൽ ഗാന്ധി, CPI ജനറൽ സെക്രട്ടറി D രാജ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വേദിയിൽ സന്നിഹിതരാണ്. അച്യുതൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അച്യുതൻ, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനത്തിന്റെ സ്ട്രെങ്ത് തെളിയിക്കലിന്റെ വേദി കൂടിയാകുമോ അത്? തീർച്ചയായിട്ടും ഹാഷ്മി, പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഈ ഒരു മഹാറാലിക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് ബീഹാറിൽ നിന്നായിരുന്നു. നിതീഷ് കുമാർ കൂറുമാറിയത് വലിയ തിരിച്ചടിക്കാണ് വഴിവെച്ചത്. പക്ഷേ അതേ മണ്ണിൽ തന്നെ ഒരു മറുപടി അതിനായി എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹാറാലിക്കാണ് ഇപ്പോൾ RJD ഈ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ ജൻവിശ്വാസ് മഹാറാലിയിൽ എല്ലാ പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരും, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, അതുപോലെ തന്നെ CPI-ML ജനറൽ സെക്രട്ടറി ദിബാങ്കർ ഭട്ടാചാര്യ തുടങ്ങിയ എല്ലാ മുൻനിര നേതാക്കളും ഈ റാലിയുടെ ഭാഗമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇന്ത്യ മുന്നണിയുടെ യാതൊരു തരത്തിലുള്ള കോട്ടവും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായി ഒരു പ്രചരണമാക്കി മുന്നോട്ട് കൊണ്ടുവരണം. ഐക്യം അത് ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുവാൻ കൂടിയാണ് ഈ വേദി ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിന് RJD തന്നെ ഒരു മുൻകൈ ഇട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ റാലി. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ റാലി ആരംഭിച്ചിട്ടുണ്ട്. തേജസ്വി യാദവ് സംസാരിക്കുകയാണ്. പ്രധാനമായും JDUവിനെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളും ഈ റാലിയുടെ ഭാഗമായി ഉയരും. അതിനെല്ലാം പുറമെ തന്നെ ഏറ്റവും സുപ്രധാനമായി മാറുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരിക്കും. എന്തായാലും അതിന് പട്നയിൽ നിന്നാണ് തുടങ്ങാം. ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗം ചേരുന്ന ഇടവും പട്നയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ മഹാറാലിക്ക് ആദ്യമായാണ് ഇന്ത്യ മുന്നണി ഒരു മഹാറാലി സംഘടിപ്പിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുൻപ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ്. മുഖ്യ പ്രചാരണം വിഷയങ്ങൾ കൂടി ഈ റാലിയിൽ ഉയരും. എന്തായാലും ഇതിനെല്ലാം ശേഷം സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ കൂടി ഈ റാലിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയും തയ്യാറെടുക്കുകയാണ്. നിലവിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ഇനി എല്ലാ തരത്തിലും പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടത് ഇന്ത്യ മുന്നണിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് ഇറക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എല്ലാ തരത്തിലേക്കും അന്തിമഘട്ടത്തിലേക്ക് കൂടി ഇന്ത്യ മുന്നണിയും കടക്കുകയാണ്. ഹാഷ്മി.